പി ജയരാജനെ CPM വിശ്വസിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കാരണം ഇന്നലെ പോളിംഗ് ദിവസമായതുകൊണ്ട് പി പറഞ്ഞതെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു എന്നല്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ഗോവിന്ദന് പിയെ വിശ്വാസമില്ല. കാരണം CPM സ്കൂളിൽ നിന്ന് തന്ത്രം പഠിച്ചിറങ്ങിയ ആളാണ് പി ജയരാജൻ. ഗോവിന്ദൻ തന്ത്രം പഠിക്കുന്നതിന് മുമ്പ് CPM സ്കൂളിൽ തന്ത്രം പഠിച്ച ആളാണ് പി ജയരാജൻ. ഇപ്പോൾ ഗോവിന്ദൻ അതിന് ശേഷം വന്ന ആളാണ്, അതായത് പി ജയരാജൻ്റെ പിൻഗാമിയായിട്ട് വന്ന ആളാണ്, അതായത് അല്പം ജൂനിയറാണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു കുറച്ച് സീനിയറായ പി ജയരാജൻ CPM തന്ത്രങ്ങൾ പഠിച്ചതാണ്. കള്ളങ്ങൾ പറയാനും കള്ളങ്ങളെ സത്യമായിട്ട് പറഞ്ഞ് പ്രചരിപ്പിച്ച് സമൂഹത്തിൽ പാർട്ടി സഹാക്കളെ ഉത്തേജിപ്പിക്കാനും ഒക്കെ ഉള്ള തന്ത്രം, ഓരോരോ തന്ത്രങ്ങൾ അതാത് കാലത്തിൽ എടുത്തിട്ടുള്ള ആളാണ് പി ജയരാജൻ. അതുകൊണ്ട് തന്നെ ഗോവിന്ദനും ഇത് ഭംഗിയായിട്ട് അറിയാം, പാർട്ടിക്കും അറിയാം. പി ജയരാജൻ ഇപ്പോൾ ഇതെൻ്റെ പരിപ്പുവടയും ചായയും കട്ടൻ ചായയുമല്ല, എൻ്റെ പരിപ്പുവടയും കട്ടൻ ചായ ഇങ്ങനെ ഇരിക്കില്ല എന്നൊക്കെ നമ്മുടെ ജഗതി പറയും പോലെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് തൽക്കാലം പാർട്ടി വിശ്വസിച്ച് തിരഞ്ഞെടുപ്പ് ദിവസമായതുകൊണ്ട് വിശ്വസിച്ചെങ്കിൽ പോലും പി ജയരാജനെ വിശ്വസിക്കുന്നില്ല. കാരണം പി ജയരാജൻ്റെ ഈ പുറത്തു വന്ന ആത്മകഥയിൽ DC ബുക്സിന് ഞാൻ കൊടുത്തിട്ടില്ല, ഞാൻ ഇങ്ങനെ കരാറ് DC ബുക്സിന് കൊടുത്തിട്ടില്ല എന്ന് പി ജയരാജൻ പറയുമ്പോൾ അതങ്ങോട്ട് ദഹിക്കാൻ CPMന് പ്രയാസം തന്നെയാണ്. കാരണം അതിനകത്ത് പിക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ പലതും അതിനകത്ത് പുറത്തു വന്നിട്ടുണ്ട്. അതെങ്ങനെ DCക്ക് കിട്ടിയെന്നാണ് ഇപ്പോൾ CPMലെ പല പ്രവർത്തകരും നേതാക്കളും ഗോവിന്ദന് പോലും അതാണ് സംശയം. അതായത് കുട്ടിക്കാലത്തെ സംഭവങ്ങൾ ആർക്കും അറിയില്ല, പാർട്ടി പ്രവർത്തകർക്ക് അറിയില്ല, പിക്ക് മാത്രം അറിയാവുന്നതാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ HS സ്കൂളിൽ പഠിക്കുമ്പോൾ ആ സ്കൂളിൽ പഠിച്ച് നടന്നപ്പോഴുള്ള അനുഭവം അതും പാർട്ടി പ്രവർത്തകർക്ക് അറിയില്ല, അത് പി ജയരാജന് മാത്രം അറിയാവുന്നതാണ്. എന്തിന് കഴുത്തിൽ വെടിയുണ്ടയേറ്റ് ചികിത്സയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിനെ ചികിത്സിച്ച ഡോക്ടറുടെ പേര് പോലും CPM നേതാക്കൾക്ക് ഇപ്പോൾ അത്ര നിശ്ചയമില്ല, അതറിയാവുന്നത് പി ജയരാജന് മാത്രമാണ്. ആ പേര് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ആത്മകഥയിൽ പുറത്തു വന്ന ആത്മകഥയിൽ ഉണ്ട്. അപ്പോൾ പി ജയരാജൻ പറയാതെ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ DC ബുക്സിന് കിട്ടിയത് എന്ന്. മാത്രമല്ല ഇനി ഒരു കാര്യം കൂടിയുണ്ട്, അതായത് പിക്ക് മാത്രമുള്ള ചില ഫോട്ടോ, അതായത് പിയുടെ സ്വകാര്യ ശേഖരത്തിൽ വീട്ടിലുള്ള നമ്മുടെ വീട്ടിലെല്ലാം നമുക്ക് ഓരോരോ ഫോട്ടോകളുണ്ടാവും, നമ്മൾ പോയയിടത്തും കണ്ടിടത്തും നിന്നിടത്തും ഒക്കെയുള്ള സമ്മേളനത്തിൽ പങ്കെടുത്തതും പ്രസംഗിച്ച ഫോട്ടോകളുണ്ടാവും. അത് എല്ലാം പാർട്ടി ഓഫീസുകളിലുണ്ടാവുന്നില്ല. ചില ഫോട്ടോകളെല്ലാം നമ്മുടെ വീട്ടിൽ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കും, നമ്മുടെ സ്വകാര്യ ആൽബത്തിൽ നമ്മൾ സൂക്ഷിക്കും. ആ പടങ്ങൾ അത്തരത്തിലുള്ള സ്വകാര്യ ചിത്രങ്ങൾ പലതും DC ബുക്സ് ഇറക്കിയ പുസ്തകത്തിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട്. അതെങ്ങനെ വന്നു? ഇത്തരം സംശയങ്ങളാണ് CPMന് പി ജയരാജനെ വിശ്വസിക്കാൻ കഴിയാത്തത്. മാത്രമല്ല ഇതിനകത്ത് ഒരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്, അതായത് DGPക്ക് ഇപ്പോൾ പി ജയരാജൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് അന്വേഷിക്കണം, ഇത് ഞാൻ അറിയാതെ, ഞാൻ പറയാത്തത്, ഞാൻ എഴുതാത്തത്, എൻ്റെ പരിപ്പോടെയും കട്ടൻ ചായമല്ലാത്തത് പുറത്തു വന്നിരിക്കുന്നു, എൻ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ പരിപ്പോടെയാണ് എൻ്റെ കട്ടൻ ചായാണെന്ന് പറഞ്ഞ് പുറത്തു വന്നിരിക്കും, അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് DGPക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതി നൽകിയിരിക്കുന്ന പരാതിയിൽ DC ബുക്സിനെ പരാമർശിച്ചിട്ടില്ല. സാധാരണ നമ്മളൊരാളിനെ പരാതി കൊടുക്കുമ്പോൾ എൻ്റെ ഞാൻ DC ബുക്സ് എൻ്റെ പേരിലാണ് ഈ പുസ്തകം പുറത്തിറങ്ങിയിരിക്കുന്ന പത്രങ്ങളിലെല്ലാം വന്നിരിക്കുന്നത്, DC ബുക്സിൻ്റെതായ എല്ലാം പുറത്തു വന്നിരിക്കുന്നത്, DC ബുക്സ് പറഞ്ഞിട്ടുമുണ്ട് ഞങ്ങൾക്ക് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള കരാറ് ജയരാജൻ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം DGPക്ക് കൊടുത്ത പരാതിയിൽ DC ബുക്സിനെ ചേർത്തില്ല, DC ബുക്സിനെ പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല? ഇത്തരം നിരവധി സംശയങ്ങൾ ഇപ്പോൾ CPM പ്രവർത്തകരുടെയിലുണ്ട്. എന്തായാലും ഇപ്പോൾ അവസാനം കേൾക്കുന്നത് CPM പി ജയരാജനെതിരായിട്ട് വിശദീകരണം ചോദിക്കും, നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്, വിശദീകരണം ചോദിക്കുമെന്നാണ്. നാളെ നടക്കുന്ന, അതായത് വെള്ളിയാഴ്ച നടക്കുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പി ജയരാജൻ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെ പങ്കെടുക്കുകയാണെങ്കിൽ അവിടെ വച്ച് പാർട്ടി സെക്രട്ടറി വിശദീകരണം ചോദിക്കും. അങ്ങനെ പി ജയരാജനെ അടുത്ത ഒരു നടപടിയിലേക്കും പാർട്ടി കടക്കും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ വിലയിരുത്തേണ്ടത്.